നമസ്കാരം, ജാഗ്രത ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ കോട്ടയം ജില്ലയിലുണ്ടായിരുന്ന മഴയ്ക്ക് ഇന്ന് രാവിലെ ഒരല്പം ആശ്വാസമുണ്ടായിട്ടുണ്ട്. ഇന്ന് രാവിലെ പുലർച്ചെ മുതൽ തന്നെ വെയിലെത്തിയിട്ടുണ്ട്. എന്നാൽ ഈ മഴ മൂലമുണ്ടായ ദുരിതങ്ങൾ ഇപ്പോഴും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖല, കുമരകം, അയ്മനം, ഒളശ, അതുപോലെയുള്ള തിരുവാർപ്പ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് അതിരൂക്ഷമായുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ആ മഴയുമായി ബന്ധപ്പെട്ട പ്രളയക്കെടുതിയുമായി ബന്ധപ്പെട്ട 3 ദാരുണ സംഭവങ്ങളാണ് കോട്ടയം ജില്ലയിൽ ശനിയാഴ്ച മാത്രമുണ്ടായത്. ബസേലിയസ് കോളേജ് വിദ്യാർത്ഥിയായ ഒരു യുവാവിനെ മുങ്ങി മരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ കോട്ടയം മീനടത്ത് തേങ്ങ പെറുക്കാൻ, വെള്ളത്തിൽ വീണ തേങ്ങ പെറുക്കാൻ ഇറങ്ങിയ ആളെ കാണാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ തോട്ടയ്ക്കാട് ഭാഗത്ത് ചൂണ്ടയിട്ട ശേഷം വീട്ടിലേക്ക് തിരികെ മടങ്ങി വരുന്നതിനിടെ 18കാരനായ യുവാവ് കുഴഞ്ഞു വീണ് മരിക്കുകയും ചെയ്യുന്ന 3 വ്യത്യസ്ത സംഭവങ്ങളാണ് കോട്ടയം ജില്ലയിൽ ശനിയാഴ്ച ഉണ്ടായത്. കോട്ടയം ഒളശയിലാണ് അതിദാരുണമായ സംഭവം ഉണ്ടായത്. ബസേലിയസ് കോളേജ് വിദ്യാർത്ഥിയായ ഒളശ മാവുങ്കൽ അലൻ ദേവസ്യയാണ് ഇന്നലെ രാത്രി വെള്ളക്കെട്ടിൽ വീണ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. രാത്രിയിൽ സുഹൃത്തുക്കൾക്കൊപ്പം ഭക്ഷണം കഴിക്കുന്നതിനായി പോയതായിരുന്നു അലൻ. സ്വന്തം സൈക്കിളിൽ മടങ്ങി വരുന്നതിനിടെ അലൻ വെള്ളക്കെട്ടിൽ വീഴുകയായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം. രാത്രിയിൽ അലനെ കാണാതെ വന്നതോടുകൂടി വീട്ടുകാർ വിവരം പോലീസിലും അതുപോലെ തന്നെ അഗ്നിരക്ഷാസേനയും നാട്ടുകാരെയും അറിയിച്ചു. പോലീസും അഗ്നിരക്ഷാസേനയും നാട്ടുകാരും നടത്തിയ തെരച്ചിലിലാണ് അലന്റെ മൃതദേഹം ഒളശ ഭാഗത്തു നിന്നും കണ്ടെത്തുന്നത്. ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ കുട്ടിയുടെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കോട്ടയം ബസേലിയസ് കോളേജിലെ 4ാം സെമസ്റ്റർ ബിരുദ വിദ്യാർത്ഥിയാണ് അലൻ. കോട്ടയം പാമ്പാടി മീനടത്താണ് മറ്റൊരു സംഭവം ഉണ്ടായത്. കാട്ടുമറ്റത്തിൽ ഈപ്പൻ തോമസ് എന്ന് പറയുന്ന ആളെയാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി കാണാതായത്. ഇദ്ദേഹം വെള്ളക്കെട്ട് നിറഞ്ഞ അല്ലെങ്കിൽ പാടശേഖരത്ത് നിറഞ്ഞ വെള്ളത്തിൽ ഇറങ്ങി തേങ്ങ എടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. അദ്ദേഹത്തെ ഇതിനിടെ കാണാതാകുകയായിരുന്നു. 69 വയസ്സാണ് അദ്ദേഹത്തിനുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ കോട്ടയത്തു നിന്നുള്ള അഗ്നിരക്ഷാസേന സംഘം അടക്കമുള്ളവർ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടെ തിരച്ചിൽ തുടരുകയാണ്. മറ്റൊരു ദാരുണ സംഭവം ഉണ്ടായത് തോട്ടയ്ക്കാടാണ്. തോട്ടയ്ക്കാട് സ്വദേശിയായ ആദിത്യനാണ്, 18 വയസ്സുള്ള ആദിത്യനാണ് ഇന്നലെ ഈ പ്രളയക്കെടുതിയുടെ ഭാഗമായി പല സ്ഥലങ്ങളിലും വെള്ളമടക്കം കിടക്കുന്ന സ്ഥലങ്ങളിൽ ചൂണ്ടയിടുകയും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങൾക്ക് പോയ ശേഷം മടങ്ങി വരുന്നതിനിടെ കുഴഞ്ഞു വീണു മരിച്ചത്. 18 വയസ്സായിരുന്നു ഈ ചെറുപ്പക്കാരന്. ഹൃദയാഘാതമാണ് എന്നാണ് സംശയിക്കുന്നത്. മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഏതായാലും ഇത്തരം സംഭവങ്ങൾ ഇനിയിപ്പോൾ ആവർത്തിക്കില്ല എന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്ന് അല്പം വെയിൽ തെളിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വെള്ളം ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടാകും എന്നാണ് നമ്മളുടെ എല്ലാവരുടെയും പ്രതീക്ഷ. ഇത്തരം ദുരിതങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്നുകൂടി പറയുന്നു. ഈ മഴ കെടുതി ഒഴിവാകുന്നതിന് അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ മഴയുടെ ശക്തി കുറഞ്ഞ് ഈ വെള്ളം ഇറങ്ങി അപകടം ഒഴിവാകുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കോട്ടയത്തു നിന്നും ടീം ജാഗ്രത.